ഓക്കെ, നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഐപ്ലസിന്റെ പുതിയൊരു വെബിനാറിലേക്ക് സ്വാഗതം. എപ്പോഴും ഞാൻ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് പുതിയ വെബിനാറിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ അതുൽ സാറാണ്, പിന്നെ ഐപ്ലസിലെ ഫിസിക്സിന്റെ ഫാക്കൽറ്റി ആണ്. ഓക്കെ, അപ്പോ സത്യം പറഞ്ഞ ഫിസിക്സുകാരുടെ ഒരു വലിയ സുവർണ കാലാണ് ഈ 2025 എന്ന് പറയുന്നത്. കഴിഞ്ഞ ഡിസംബറില് ആണ് സയന്റിഫിക് ഓഫീസറിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ദേ നമ്മുടെ പിള്ളേർക്ക് എഴുതാൻ ഒരു നല്ല നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, നല്ല സമയമാണെന്നൊക്കെ. അപ്പൊ ഇത്തവണ ഡിസംബർ തുടങ്ങിയപ്പോഴും ഞാൻ വിചാരിച്ചു, ദൈവം ഇത്തവണ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ലല്ലോ എന്ന്. അപ്പൊ ദേ വരുന്നു. HSA എന്തായാലും വരും എന്നൊരു മനസ്സിലൊരു ആലോചന ഉണ്ടായിരുന്നു. HSA ഓക്കെ വന്നു. ഒരു ബോണസ് ആയിട്ട് ഫിസിക്സുകാർക്ക് HSST കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി ഫിംഗർ പ്രിന്റ് സിസ്റ്റർ പഠിക്കുന്ന കുട്ടികളുണ്ട് ഒത്തിരി പേരായിട്ട്. അപ്പോ കെമിസ്ട്രിക്കാർക്കും നല്ല ചാൻസ് ആണ്. കാരണം കെമിസ്ട്രിക്കാർക്ക് ഇപ്പോ HST എഴുതാം. ഇനിയിപ്പോ ഈ വർഷം വരുന്ന വർഷം അവസാനമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ HSST ഒക്കെ വിളിക്കാം, പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോ ഫിസിക്സുകാർക്ക് സുവർണ കാലഘട്ടമാണ്. കെമിസ്ട്രിക്കാർക്കും നല്ല സമയം തന്നെയാണ്. കാരണം കെമിസ്ട്രിക്കാർക്കും ഫിസിക്സുകാർക്കും കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന പരീക്ഷയാണ് ഈ പറയുന്ന HST അല്ലെങ്കിൽ HSA ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വെബിനാറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിലെ ഇപ്പൊ പല ആളുകളും നമ്മൾ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്ന് നമുക്ക് PSC അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട് സൈറ്റില്. പക്ഷെ ഇപ്പോഴും കുറെ ആളുകൾക്ക് ഏത് ജില്ല വെക്കണം, മുന്നേ ഏത് ജില്ലയിൽ എത്രത്തോളം ഒഴിവുകൾ ഉണ്ടായി, എത്ര പേര് എടുത്തു, എന്തൊക്കെയാണ് അവസ്ഥ, ഇപ്പോൾ ഒഴിവുകളൊക്കെ എങ്ങനെയാണ് എന്നുള്ള സംശയങ്ങൾ ഒരുപാട് പേർക്കുണ്ടാവും. പിന്നെ കൃത്യമായിട്ടൊരു സ്റ്റഡി സ്ട്രാറ്റജി എങ്ങനെ വെക്കണം എന്നുള്ള, അല്ലെങ്കിൽ എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ള ഡൗട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു സെഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് കഴിവതും മുഴുവനായിട്ട് നോക്കുക. ഞാൻ ഈ സെഷന്റെ ലാസ്റ്റ് ഭാഗത്ത് സാധിക്കുമെങ്കിൽ പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ, ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു പാറ്റേൺ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. കാരണം നമ്മളിപ്പോൾ ഓൾറെഡി ഐപ്ലസിൽ കോഴ്സ് ചെയ്യുന്നുണ്ട്. HSA ഫിസിക്കൽ സയൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്, HSST ഫിസിക്സും ഉണ്ട്. അപ്പൊ HSA ഫിസിക്കൽ സയൻസ് നമ്മൾ പുതിയ രീതിയിലുള്ള പാറ്റേണിലുള്ള കണ്ടന്റുകളും ചോദ്യങ്ങളും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സാമ്പിൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ്. കാരണം നിങ്ങൾ എവിടെ പോയാലും, എവിടെയാണ് പഠിക്കുന്നതെങ്കിലും, തന്നെയാണ് പഠിക്കുന്നതെങ്കിലും, ആ രീതിയിലും ആ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിക്കണം. കാരണം PSC യുടെ ഒരു പാറ്റേൺ ഒക്കെ മാറി. പണ്ടൊക്കെ ഒരു ഗൈഡ് വാങ്ങിച്ച് വെറുതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു PSC കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, അത്ര കോമ്പറ്റീഷൻ ഉണ്ട്, അത്ര നല്ല വിവരവും ബോധവും ഉള്ള അധ്യാപകരാണ് ചോദ്യങ്ങൾ ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് ആ നിലവാരം ഇതിന് പ്രതീക്ഷിക്കാം. PSC പറഞ്ഞു തന്നെ ഇരിക്കുന്നത്. കാരണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, ഇപ്പൊ നടക്കുന്ന എല്ലാ പരീക്ഷകളും, ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി ടെസ്റ്റ് ആണെങ്കിലും LGS ആണെങ്കിലും സബ്ജക്ട് ഓറിയന്റഡ് PSC ആണെങ്കിലും എല്ലാം വളരെ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് ആണ്. കാരണം നമ്മളിപ്പോൾ കുറെ വർഷങ്ങളായിട്ട് ഇത് നിൽക്കുന്നതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും ഈ പരീക്ഷകളെല്ലാം ഞാൻ വെറുതെ അപ്ലൈ ചെയ്ത് പോയി എഴുതുകയും ചെയ്യുന്നുണ്ട്. കാരണം എനിക്കിത് അറിയണം ഈ പാറ്റേൺ എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ. അപ്പൊ അത്രയും സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയുന്നത്. വെറുതെ വന്നിങ്ങനെ വാചകടിക്കല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ശരി, അപ്പോൾ നോക്കൂ നമ്മുടെ നോട്ടിഫിക്കേഷൻ. നിങ്ങൾ ആ നമ്പർ ഒന്ന് മനസ്സിൽ കുറിച്ചോ. 624, കാറ്റഗറി നമ്പർ 624 2024. ജോലി കിട്ടിക്കഴിഞ്ഞാലേ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പോലെ ഈ കാറ്റഗറി നിങ്ങളുടെ മനസ്സിലുണ്ടാവും. കാരണം നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയായിട്ടുള്ള വർഷം, ഒരു PhD ഒരു കാറ്റഗറി നമ്പർ. നിങ്ങൾ ജോലി കിട്ടിയവരോട് ചോദിച്ചാൽ അവർ പറയും ഏത് കാറ്റഗറി നമ്പറിലാണെന്ന് അവർ കൃത്യം പറഞ്ഞു തരും. കാരണം എന്താണെന്ന് അറിയോ, നമുക്ക് ജോലി കിട്ടാന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് അങ്ങ് മാറുകയാണ്. പിടി കിട്ടിയോ? അപ്പോ നമ്മൾ പലപ്പോഴും ഓരോ അഡ്വൈസുകൾ പോകുമ്പോഴും നമ്മൾ നോക്കും നമ്മുടെ ടേൺ എത്തിയോ എന്ന് ഇങ്ങനെ നോക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ ഇതിലാ ചെല്ലും നോക്കുന്നത്. കാറ്റഗറി നമ്പർ അടിച്ചു കൊടുക്കും ഇതാണോ എന്ന്. മനസ്സിലായോ? അഡ്വൈസിന്റെ ഭാഗത്ത്. അപ്പൊ അതുകൊണ്ട് ഈ കാറ്റഗറി നമ്പർ ഇപ്പൊ തന്നെ ഹൃദയത്തിൽ എഴുതി വെക്കുക. ഇത് നിങ്ങളുടെ കാറ്റഗറി നമ്പറാണ്. ഈ കാറ്റഗറി നമ്പർ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുക കേട്ടോ. അത്ര സന്തോഷത്തോടെയാണ് ശരിക്കും ഇതൊക്കെ ഞാൻ പറയുന്നത്. കാരണം നല്ലൊരു ചാൻസ് നമ്മളിങ്ങനെ കാത്തിരുന്നൊരു സാധനമാണിത്. അപ്പൊ ഇതോ നോക്കൂ, നമ്മുടെ ഹൈസ്കൂൾ ടീച്ചർ, ഫിസിക്കൽ സയൻസ്, മലയാളം മാധ്യമമാണ്. അപ്പോ വിദ്യാഭ്യാസ വകുപ്പിലാണ്. ശമ്പള സ്കെയില് പഴയ സ്കെയിലിൽ നിന്നൊക്കെ മാറ്റമുണ്ട്. എത്രയാണ്? 41,300 മുതൽ 87,000 രൂപ വരെയാണ്. ഒഴിവുകളുടെ എണ്ണം ജില്ലാ അടിസ്ഥാനത്തിലാണ് അവർ സ്റ്റേറ്റ് ചെയ്യുന്നത്. ദെൻ ഓൾസോ പല ആളുകൾ എനിക്കറിയാം UPSC കിട്ടാതെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്, എനിക്കറിയാം. ഒത്തിരി കഷ്ടപ്പെട്ടെങ്കിലും കട്ട് ഓഫ് വളരെ കൂടിയത് കൊണ്ട് 1-2 മാർക്കും അര മാർക്കിനും പോയ ആളുകൾ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളുകളുണ്ട്. അവരുടെ സങ്കടം ഞാൻ നേരിട്ട് കണ്ട ആളുകളാണ്. അന്ന് ഞാൻ അവരോട് പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് അതിലും വലിയൊരു അവസരം ഇപ്പോൾ ലിസ്റ്റിൽ കയറി UPSC ആകുന്ന ആളുകളേക്കാൾ മുകളിലത്തെ പടിയിൽ നിങ്ങൾക്ക് അവർ പ്രൊമോട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ അവിടെ സീനിയർ ആയിരിക്കും. ആ ലെവലിൽ നമ്മുടെ പഠിത്തം നമ്മൾ ഇങ്ങനെ സെറ്റ് ആക്കണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത്രയും നല്ലൊരു ചാൻസ് ആണ്. ഇനി UPSC ലിസ്റ്റിൽ വന്നിട്ടുള്ള കുട്ടികളാണെങ്കിലും നിങ്ങളും പഠിക്കണം. കാരണം മറ്റൊരാൾ വളരെ ആവേശത്തോട് കൂടി ഇരിക്കുന്നവരുടെ പഠിച്ച് ആ പോസ്റ്റിൽ എത്തുമ്പോൾ നിങ്ങൾ ആ സ്കൂളിൽ ജൂനിയർ പോസ്റ്റിൽ നിൽക്കുന്നത് ഒരിക്കലും ഒരു
നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും മനസ്സിൽ സങ്കടം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സങ്കടത്തിനൊന്നും അടിസ്ഥാനം ഉണ്ടാക്കരുത്. നല്ല രീതിയിൽ തന്നെ അതിനു വേണ്ടിയിട്ട് പഠിക്കണം കേട്ടോ. ശരി, അപ്പൊ നമുക്കിപ്പോ നിലവില് ഇവര് PSC ഇട്ടിരിക്കുന്നത് പ്രതീക്ഷിത ഒഴിവുകൾ എന്നാണ് ഇവർ ഇട്ടിരിക്കുന്നത്. പ്രതീക്ഷിത ഒഴിവുകൾ നമുക്ക് 14 ജില്ലകളിലായിട്ടാണ് ഇത് വിളിച്ചിരിക്കുന്നത്. അപ്പൊ പ്രതീക്ഷിത ഒഴിവുകളാണ്. കഴിഞ്ഞ അഡ്വൈസ് ലിസ്റ്റിൽ നിന്നും ഏകദേശം 1000-ലധികം ആളുകൾക്ക്, അതായത് മുഴുവനായിട്ട് എല്ലാ ജില്ലകളിലും കൂടി ചേർത്ത് 1000-ലധികം നിയമനങ്ങൾ അഡ്വൈസുകൾ പോയിട്ടുണ്ട്. അപ്പൊ നിലവില് ഏകദേശം ഒരു 250-300 ഒഴിവുകൾ എല്ലാ ജില്ലകളിലും ഉണ്ടെന്നാണ് നമ്മുടെ ഒരു ധാരണ. 1-2 ജില്ലകളിൽ നമ്മളിങ്ങനെ അന്വേഷിച്ചിരുന്നു. പിന്നെ അപ്പൊ അന്വേഷിച്ചപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. സാധാരണ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന മലപ്പുറം, കോഴിക്കോട് പോലെയുള്ള ജില്ലകളിലാണ്. അപ്പോൾ ആ ജില്ലകളുടെ ബേസിസിലും മറ്റ് നിയമനങ്ങൾ കുറവ് നടക്കുന്ന പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളുടെ ഇതിലൊക്കെ നമ്മൾ അന്വേഷിച്ചിരുന്നു. അപ്പൊ ആ അന്വേഷിച്ച കണക്കനുസരിച്ച് ഒരു ആവറേജ് കണക്ക് 250 മുകളിൽ ഒഴിവ് ഓൾറെഡി ഉണ്ട്. അതായത് ഈ ലിസ്റ്റ് ഒരു വർഷം കഴിയുമ്പോഴേ വരുള്ളൂ. പരീക്ഷ ഡേറ്റ് വന്നിട്ടുണ്ട്. ആ പരീക്ഷ കഴിഞ്ഞ് അത് വാല്യൂ ചെയ്ത് ഇന്റർവ്യൂ നടത്തിയേക്ക് വരുമ്പോൾ ഏകദേശം ഒരു വർഷം എടുക്കും. അടുത്ത വർഷം ഈ സമയമാവും ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുമ്പോൾ. അപ്പോൾ അടുത്ത ഒരു വർഷത്തെ ഒഴിവ് കൂടി ഇതിനകത്തേക്ക് വരും. അപ്പൊ ഏകദേശം ഒരു 500ഓളം ഒഴിവുകൾ മിക്കവാറും ഈ അഡ്വൈസ് പോയി തുടങ്ങുമ്പോൾ തന്നെ ഉണ്ടാവും ആദ്യം തന്നെ. പിന്നത്തെ 3 വർഷത്തെ ഒഴിവുകളും ഇതിന്റെ അകത്ത് തന്നെയായിരിക്കും പോകുന്നുണ്ടാവുക. പിടികിട്ടിയോ? പിന്നെ ഒരുപാട് ആളുകൾ പ്രിൻസിപ്പൽ HM ആയിട്ട് പോകുന്ന ആളുകളുണ്ടാവും. ഹയർ സെക്കൻഡറിയിലേക്ക് പ്രൊമോഷൻ കിട്ടി പോകുന്ന ആളുകളുണ്ടാവും. ആ വേക്കൻസികളെല്ലാം ഈ ലിസ്റ്റിൽ നിന്ന് പോകാനായിട്ടാണ് ചാൻസ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഒഴിവുകളുണ്ട്. ഇതൊക്കെ മനസ്സിൽ കുറിച്ചിടണം. ദെൻ നേരിട്ടുള്ള നിയമന രീതിയാണ്. വയസ്സ് അറിയാമല്ലോ, 18 മുതൽ 40 വരെയാണ് വയസ്സുള്ളത്. 1984, 2006 ഇടയിൽ ജനിച്ച ആളുകളായിരിക്കും. 2 തീയതികളും ഉൾപ്പെടെയാണ് പറഞ്ഞിരിക്കുന്നത്. ചില ആളുകൾക്ക് ഏജ് കഴിഞ്ഞ ആളുകൾ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട. HSST വിളിച്ചിട്ടുണ്ടല്ലോ, അത് നോക്കണം കേട്ടോ. അപ്പൊ ഇത് എഴുതാൻ പറ്റുന്ന ആളുകൾ വളരെ ആത്മാർത്ഥതയോടുകൂടി, ഇപ്പോ 40 വയസ്സുള്ള ആളുകൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും, എനിക്കറിയാം. അല്ലെങ്കിൽ 39 വയസ്സുള്ള ആളുകൾ ഉണ്ടാവണം. അപ്പൊ നമ്മുടെ ഒരു ഡെഡ് ലൈൻ ആണ്, ലാസ്റ്റ് ചാൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അത്രയും കാര്യമായിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. അതൊക്കെയാണ് ഈ വയസ്സൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നത്. ഇനി ഒരു ചാൻസിന് വേണ്ടി നിൽക്കരുത്. കാരണം നമുക്ക് അറിയില്ല ഇനി ഇത് എപ്പോൾ വിളിക്കാൻ പോകുന്നു. അപ്പൊ അതുകൊണ്ട് അത്രയും ഒരു ആത്മാർത്ഥത ഈ ഒരു പഠനത്തിൽ ഉണ്ടാവണം. യോഗ്യതകൾ അറിയാമല്ലോ. BSc BEd ആണ് ഇതിന്റെ യോഗ്യത. ബേസിക് യോഗ്യത BSc BEd ആണ്. അതുപോലെ കേട്ടിട്ട് കാറ്റഗറി 3 പാസ്സായിരിക്കണം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ BSc ഫിസിക്സ്, MSc ഫിസിക്സ് അല്ലെങ്കിൽ BEd ഇൻ ഫിസിക്കൽ സയൻസ് ആയിരിക്കണം. കേട്ടിട്ട് കാറ്റഗറി 3 അല്ലെങ്കിൽ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ. കുറച്ചു പേർക്ക് മീറ്റിംഗിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെന്നോ? അയ്യോ, എനിക്ക് തോന്നുന്നേ നമ്മള് ഒരുപാട് ആളുകൾ ഇപ്പൊ ആയിന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും വേറെ ആൾക്ക് ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്തതേ. ശരിടാ, സാരില്ല. നിങ്ങളപ്പോ മനസ്സിലാക്കേണ്ട കാര്യം കണ്ടല്ലോ, നമ്മൾ സാധാരണ വെബിനാർ വെക്കുമ്പോൾ ഇത്ര ആളുകൾ വരാറില്ല. അപ്പൊ അത്രയും ആളുകൾ വളരെ ആത്മാർത്ഥയോടെ ഇത് പഠിക്കാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു പൊക്കോട്ടെ മുന്നോട്ട്. ശരി, അപ്പൊ ഇവിടെ സിലബസ് ഒക്കെ നമുക്ക് പറയാം. പുറകെ ഞാൻ പറയുന്നുണ്ട്, എല്ലാം പറഞ്ഞ് നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. ഞാൻ പോവില്ല, എല്ലാം പറഞ്ഞ് സമാധാനമായിട്ട് പോവുള്ളൂ നമ്മൾ കേട്ടോ. അതിനുവേണ്ടിയല്ല നമ്മളിവിടെ ഇരിക്കുന്നത്, അത് കൊള്ളാം. ശരി, അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും രത്നം ചുരുക്കി ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, പഠിച്ച് ജോലി വാങ്ങിക്കണം. കാറ്റഗറി നമ്പർ 605 2024 ഞാൻ പറഞ്ഞു, മനസ്സിൽ കുറിച്ചിട്ടോണമെന്ന് കേട്ടോ. ശരി, അപ്പോ നമുക്ക് സംസാരിക്കാം പിള്ളേരെ. നമുക്ക് എല്ലാവർക്കും നമുക്ക് സംസാരിക്കാം. നമുക്ക് ചാറ്റ് ബോക്സിൽ സംസാരിക്കാം. ഞാനിപ്പോ ഒന്ന് പറഞ്ഞു തീർത്തിട്ട് ഒരു ജനറൽ അവയർനെസ് തന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ നോക്കൂ, നമുക്ക് കേട്ടിട്ട് കാറ്റഗറി 3 ഇല്ലാത്ത ആൾക്ക് MEdോ MPhilോ PhDയോ സെറ്റോ നെറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഇക്വലൻസി വെച്ചുകൊണ്ടും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ BSc കെമിസ്ട്രി, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, അതല്ലെങ്കിൽ MSc അനലിറ്റിക്കൽ കെമിസ്ട്രി, MSc കെമിസ്ട്രി, BEd ഫിസിക്കൽ സയൻസ്, പിന്നെ കേട്ടിട്ടാണെങ്കിലും MEd MPhil PhD സെറ്റ് നെറ്റ്, ഇതൊക്കെ അധിക യോഗ്യതകളാണ്. അധിക യോഗ്യതകൾ ഉണ്ടെങ്കിൽ കേട്ടിട്ട് കാറ്റഗറി 3 വേണ്ട കേട്ടോ. പിന്നെ എക്സംഷൻ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ നെറ്റ് സെറ്റ് MPhil PhD MEd നേടിയിട്ടുള്ള വിദ്യാർത്ഥികളും ടെറ്റ് യോഗ്യതയിൽ നേടിയിരിക്കണമെന്ന വ്യവസ്ഥയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ദെൻ CTET യോഗ്യത ഒരിക്കലും കേട്ടിട്ട് കാറ്റഗറി 3ക്ക് യോഗ്യതയ്ക്ക് പകരമായി പരിഗണിക്കുകയില്ല എന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറിപ്പ് തന്നിട്ടുണ്ട്. ഈ സബ് ഇഷ്യൂ നമ്മൾ എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ സബ് ഇഷ്യൂവിന് നിങ്ങൾ ആ രണ്ടാമത്തെ നോട്ട് നോക്കൂ.
ഫിസിക്സ് കെമിസ്ട്രി മുഖ്യ വിഷയമായും അതോടൊപ്പം കെമിസ്ട്രി ഫിസിക്സ് സബ്സിഡറി ആയും പഠിച്ച് ബിരുദം നേടിയിരിക്കണം. ജിഒ ഓർഡർ, ഗവൺമെന്റ് ഓർഡർ 58/2019 ഡേറ്റഡ് 6/6/2019 അനുസരിച്ചിട്ട് 2/6/2019 വരെ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി എന്നിവയിൽ ഏതെങ്കിലും മുഖ്യ വിഷയമായോ ഉപവിഷയമായോ പഠിച്ച് ബിരുദം നേടിയിരിക്കണം. സബ് വിഷയമല്ല. അതായത് 2019 6/6/2019 പഠിച്ചിരിക്കുന്നവർക്കും അതിനു മുമ്പ് പഠിച്ചവർക്കും ഒന്നും ഈ പ്രശ്നം സബിന്റെ വിഷയമില്ല, എഴുതാൻ പറ്റും. പക്ഷെ ഒന്നാമത്തെ നോട്ട് നോക്കുക, നമുക്ക് എല്ലാവർക്കും അറിയാം സുപ്രീം കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. ആ വിധിയുടെ അന്തിമ വിധിന്യായത്തിന് ഇത് വിധേയമാകുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് തൽക്കാലം അതിനെക്കുറിച്ച് ഫോക്കസ് ചെയ്യണ്ട. നമുക്ക് ഈ പറയുന്ന താഴത്തെ നോട്ട് അനുസരിച്ചിട്ട് നമ്മൾ പഠിച്ചു മുന്നോട്ട് പോവാം. നമ്മൾ എഫേർട്ട് ഇടുക, ബാക്കിയൊക്കെ വരുന്ന വഴി കാണാം എന്നൊരു മൈൻഡ് സെറ്റിൽ വേണം ഇത് എടുക്കാൻ, കേട്ടോ. കാരണം ഇനിയൊരു അവസരം കിട്ടില്ലല്ലോ, അതുകൊണ്ടാ. ഓക്കെ, യെസ്. അപ്പോ ഈ തസ്തികയ്ക്ക് എഴുത്തു പരീക്ഷ OMR ഉണ്ടെങ്കിൽ ചോദ്യക്കടലാസ് മലയാളത്തിലായിരിക്കും. ഉത്തരങ്ങളും മലയാളത്തിൽ തന്നെ എഴുതേണ്ടതാണ്. OMR കടലാസിന്റെ കാര്യത്തിൽ ഉത്തരങ്ങൾ നിർദ്ദേശാനുസരണം രേഖ, പരീക്ഷ മലയാളത്തിലാണ്. പിന്നെ അറിയാമല്ലോ, ലാസ്റ്റ് ഡേറ്റ് January 29 ഒരാൾ പോലും, ക്വാളിഫിക്കേഷനുള്ള ഒരാൾ പോലും അപേക്ഷിക്കാതിരിക്കാൻ മറക്കരുത്. അപേക്ഷിക്കണം. January 29 ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്, കേട്ടോ. യെസ്, ഇനിയാണ് നമ്മൾ കാര്യത്തിലേക്ക് വരുന്നത്. പ്രീവിയസ് ഇയർ കട്ട് ഓഫും അതിന്റെ അഡ്വൈസ് ഡീറ്റെയിൽസും ഒക്കെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. പ്രീവിയസ് ഇയർ കട്ട് ഓഫും അതിന്റെ അഡ്വൈസ് ഡീറ്റെയിൽസുകളും പറയാം. സി, നിങ്ങളുടെ മുന്നിൽ ഒരു ഇതുണ്ട്. ഓരോ ഡിസ്ട്രിക്ട് വൈസും ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ജില്ലകളാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെ എത്ര അഡ്വൈസ് പോയി എന്നതിന്റെ എണ്ണമാണ് രണ്ടാമത്തെ കോളത്തിൽ കാണുന്നത്. മൂന്നാമത്തെ കോളത്തിൽ കാണുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കട്ട് ഓഫ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ പോയിരിക്കുന്നത്. ഏകദേശം 240 അഡ്വൈസുകൾ അവിടെ പോയിട്ടുണ്ട്. ഓക്കെ, അവിടുത്തെ കട്ട് ഓഫ് 31.67 ആയിരുന്നു. അവിടുത്തെ കട്ട് ഓഫ് 31.67 ആണ് കട്ട് ഓഫ്. 100-ലാണ്, ഓർമ്മ വേണം. പിന്നെ മനസ്സിലാക്കുക, 240 അഡ്വൈസുകൾ പോയി, അതേപോലെ തന്നെ അവിടെ ആപ്ലിക്കൻസും ഉണ്ടെന്ന് മനസ്സിലാക്കണം നിങ്ങൾ. പിടി കിട്ടിയോ? അത്രത്തോളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അപ്ലൈയും ചെയ്യുന്നുണ്ട്. കുറച്ച് ആളുകളല്ല, വേക്കൻസികൾ ഒരുപാട് വരുന്നത് കൊണ്ട് തന്നെ പിന്നെ അവിടെ അതുപോലെ ആപ്ലിക്കൻസും ഉണ്ട്. പിന്നെ എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം ആണെങ്കിൽ 103 അഡ്വൈസുകൾ പോയിട്ടുണ്ട്, 30.33 മാർക്കാണ്. കോഴിക്കോടാണെങ്കിൽ 100 അഡ്വൈസുകൾ പോയിട്ടുണ്ട്, പിന്നെ 30.67 ആണ് കട്ട് ഓഫ്. കൊല്ലം ആണെങ്കിൽ 80 അഡ്വൈസുകൾ പോയിട്ടുണ്ട്, കട്ട് ഓഫ് 31 മാർക്കാണ്. ഓക്കെ, കാസർഗോഡ് ആണെങ്കിൽ 78 പോയിട്ടുണ്ട്, മാർക്ക് 28 ആണ്. പക്ഷെ നിങ്ങൾ വന്നോളൂ, ഈ പറയുന്ന ആലപ്പുഴയിൽ വന്ന 23 മാർക്കേ കട്ട് ഓഫ് ഉള്ളൂ, അല്ലെങ്കിൽ വയനാട് വന്ന 22 മാർക്കേ കട്ട് ഓഫ് ഉള്ളൂ. എന്തുകൊണ്ട് അത്രയും കുറവ് കട്ട് ഓഫ് വരുന്നത്? കാരണം അവിടുത്തെ പൊതുവെ അവിടേക്ക് വരുന്ന ആപ്ലിക്കൻസുകളുടെ എണ്ണം കുറവാണ്. പൊതുവെ എന്തുകൊണ്ട് കുറവാന്ന് ചോദിച്ചാൽ അവിടെ വേക്കൻസികൾ, ഒഴിവുകൾ സാധാരണ കുറവായി വരുന്നതുകൊണ്ടാണ് ഈ ജില്ലകളിൽ കട്ട് ഓഫും ടോട്ടലി കുറവ് വരുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ വരുന്ന ജില്ലകൾ എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വരാൻ സാധ്യതയുള്ള ജില്ലകളാണ് തിരുവനന്തപുരം, കൊല്ലം, മലപ്പുറം, കോഴിക്കോട് പോലെയുള്ള ജില്ലകൾ. ഓക്കെ, പിന്നെ പാലക്കാട് കട്ട് ഓഫ് കുറവായിരുന്നു, 28 മാർക്കായിരുന്നു. ഓൾസോ 90ഓളം 89 അഡ്വൈസുകൾ അവിടെ നിന്നും പോയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ ഈ എല്ലാ ജില്ലകളിലെയും ഏകദേശ കണക്ക് വന്നിട്ടാണ് നമ്മൾ ഈ പറയുന്നത് ഇത്രത്തോളം വേക്കൻസികൾ ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കട്ട് ഓഫിന്റെ അവസ്ഥ. പിന്നെ വലതുവശത്ത് കാണുന്ന കട്ട് ഓഫ് 30-32 റേഞ്ചിലാണ് കട്ട് ഓഫ് എന്ന് വിചാരിച്ച് അയ്യോ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. മനസ്സിലാക്കുക, ആ വർഷത്തെ 2016 വിളിച്ച് 18 നടന്ന പരീക്ഷയാണ്. ആ വർഷത്തെ കോമ്പറ്റീഷൻ അല്ല ഇപ്പോ. എല്ലാം മാറി, അല്ലെ? എല്ലാം മാറി. സാലറി സ്കെയിൽ മാറി. പിന്നെ ആ ജോലിയോടുള്ള ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾ പഠിച്ച് പുറത്തിറങ്ങി വന്നിട്ടുണ്ട്. പണ്ടത്തെക്കാൾ ഇരട്ടിയധികം ആളുകളായി. മനസ്സിലായോ? അപ്പൊ അതുപോലെ കോമ്പറ്റീഷൻ ഉണ്ട്. ഇത് ഞാൻ പേടിപ്പിക്കാൻ പറയുന്നല്ലേ പിള്ളേരെ, സത്യമാണ്. ആ സത്യം മനസ്സിലാക്കി നമ്മൾ ആ സത്യത്തിന് മുകളിൽ പഠിക്കണം. മനസ്സിലായോ? സത്യത്തിന് മുകളിൽ പഠിക്കണം. അത് മനസ്സിലാക്കി അത്രയും ടാർഗറ്റ് ചെയ്യണം. മനസ്സിലായോ? കോമ്പറ്റീഷൻ ഈ ലെവലിൽ വരും. അതിന് മുകളിൽ എനിക്ക് വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, എന്ത് മെറ്റീരിയൽ പഠിക്കണം, എവിടെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾ ചെയ്യണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ അത്രയും പറയാം. അല്ല പേടിപ്പിക്കാനോ അല്ലെങ്കിൽ അയ്യോ ഇങ്ങനെയാണോ അമ്മേ അപ്പൊ ഇത് ശരിയാവോ എന്ന് ചിന്തിക്കാനോ അല്ല, കേട്ടോ. സത്യം മനസ്സിലാക്കി നമ്മൾ, അല്ലാതെ വെറുതെ അതെ പിള്ളേരെ നിങ്ങൾ പഠിച്ചാൽ 30 മാർക്ക് മേളിൽ കിട്ടിയ ഇപ്പൊ ലിസ്റ്റിക്കാരും ജോലി കിട്ടുമെന്ന് ഞങ്ങൾ പറയത്തില്ല. ഇതാണ് അവസ്ഥ. അപ്പോ എങ്ങനെ കളിച്ചാലും ഒരു 50 മാർക്കിന് മുകളിലൊക്കെ വന്നാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക്, നിയമനങ്ങൾ നടക്കുന്ന ജില്ലകളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും. അപ്പൊ അതുകൊണ്ട് ആ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കാനായിട്ട് നിൽക്കണം എന്നുള്ളതാണ് സത്യാവസ്ഥ.
ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് എന്ന് പറയുന്നത് മിനിമം ആണ്. ഏറ്റവും റാങ്ക് ലിസ്റ്റ് ഏറ്റവും താഴെ വന്ന ആളുടെ കട്ട് ഓഫ് ആണ് ഈ കാണുന്നത്. അപ്പൊ നിങ്ങൾ ഒരു 50 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല റാങ്ക് ഒക്കെ വരാം. 60 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ ആദ്യത്തെ 10ൽ കയറാം. മനസ്സിലായോ? പിന്നെ പരീക്ഷ ആ ഒരു സ്റ്റാൻഡേർഡ് അപ്പോഴത്തെ ചോദ്യങ്ങളുടെ ഒരു നിലവാരം അനുസരിച്ച് കൂടി വരും. എങ്കിൽ പോലും പൊതുവെ ഇങ്ങനെയാണ് കാര്യങ്ങൾ. കേട്ടോ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നതൊക്കെ? കേട്ടോ? അപ്പൊ പഠിക്കണം എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് എനിക്ക് നിങ്ങളോട് വളരെ ഇതായിട്ട് പറയാനുള്ളത്. ഒരാൾ പോലും പഠിക്കാണ്ടിരിക്കരുത്. കാരണം ഇങ്ങനെ ഒരു ചാൻസ് എനിക്ക് കിട്ടില്ല. കേട്ടോ? ഇനി എത്ര ചോദ്യങ്ങൾ ഉണ്ടാവും? ഇത് അറിയാത്ത കുട്ടികൾ ഉണ്ടാവും. അതുകൊണ്ട് പറയണം, 100 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ടൈം ഡ്യൂറേഷൻ 1 മണിക്കൂർ 30 മിനിറ്റ് ആണ് ടൈം ഡ്യൂറേഷൻ ഉള്ളത്. ഓരോ ശരിയായ ഉത്തരത്തിന് 1 മാർക്കാണ്. കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 3-1 കട്ട് ഓഫ് അല്ല, 3-1 നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളത്. ഇത് പറയാൻ കാരണം, എത്ര പഠിക്കുന്നവരാണെന്ന് പറഞ്ഞാലും കുറെ നെഗറ്റീവ് അവസാനം ചാടിക്കുക നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കുഴപ്പമാണ്. PSC പരീക്ഷ അവസാനത്തെ 10 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യും? അയ്യോ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് വെറുതെ കുറെ എണ്ണം കയറി തർപ്പിക്കും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പിള്ളേരെ PSC ഇങ്ങനെ, ഞാനൊക്കെ PSC ഡ്യൂട്ടിക്ക് നിന്നിട്ടുണ്ട് കോളേജിലൊക്കെ നിൽക്കുന്ന സമയത്ത്. അപ്പോ രണ്ടുപേരും അപ്പുറം ഇപ്പുറം ഇരിക്കുകയാണ്. അപ്പോ ഇപ്പുറത്തിരിക്കുന്നവൻ പതുക്കെ കുറച്ച് എഴുതി അങ്ങനെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണ്, ചോദ്യമൊക്കെ എഴുതിയിട്ടൊക്കെ. അല്ലേ ഇവൻ കുറച്ച് ലാസ്റ്റ് ഒരു 15 രൂപ അപ്പുറത്തേക്ക് നോക്കിയപ്പോ അപ്പുറത്തിരിക്കുന്ന ഒരു ചെക്കനുണ്ട്, അവൻ ഫുള്ള് കറുപ്പിച്ചിരിക്കുക. ഫുള്ള് എനിക്കൊന്ന് ഒരു കുളത്തിൽ 2 എണ്ണൊക്കെ വെച്ച് കറുപ്പിച്ചെന്ന് തോന്നുന്നു. വെറുതെ ഒന്ന് എഴുതുന്നതാന്ന് തോന്നുന്നു. ഇപ്പുറത്തവൻ ഇത് കണ്ടപ്പോ ടെൻഷനായി. ഇവൻ എന്തോ ചെയ്തു? ഇവൻ അവസാന 10 മിനിറ്റ് കുത്തിപ്പിടിച്ച് 10 എണ്ണം വെറുതെ ഞാൻ ശ്രദ്ധിച്ചു, ചോദ്യം പോലും വായിക്കാതെ കറുപ്പിക്കുന്നത്. സി അറിയാവുന്ന നന്നായിട്ട് എഴുതി സമാധാനമായിട്ട് ഇറങ്ങിയ ചിലപ്പോൾ ജോലി കിട്ടും. പരീക്ഷ ടഫൊക്കെയാണ്, കട്ട് ഓഫ് കുറവൊക്കെയാണ്, കിട്ടും. ഇവൻ അപ്പുറത്തിരിക്കുന്നവന്റെ OMR നോക്കിയപ്പോ നിറയെ അത്തക്കളം പോലെ കിടക്കുന്നത്. ഇവൻ ചാറ പറ കറുപ്പിച്ചു. ജോലി കിട്ടിയാവോ എനിക്ക് അറിയില്ല, ആരാ എന്താന്നും അറിയില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോ എന്റെ പിള്ളേർ അങ്ങനൊന്നും കാണിക്കരുത്, ഞാൻ അവരോട് പറയാറുണ്ട്. അങ്ങനൊന്നും ചെയ്യരുത്. നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് എല്ലാം നന്നായിട്ട് പഠിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് എഴുതുക. ഒരിക്കലും വെറുതെ കുറെ കറുപ്പിച്ച് തെറ്റ് വാങ്ങിച്ച് നെഗറ്റീവ് അടിക്കുന്നതിനേക്കാൾ നല്ലത് നല്ല രീതിയിൽ പോകുന്നതാണ്. പിന്നെ നമുക്ക് ഒരു രീതിയിലും കിട്ടത്തില്ല എന്ന് ഉറപ്പായാൽ, 100% ഉറപ്പാണെങ്കിൽ മാത്രം വെറുതെ കറുപ്പിക്കുക. എന്നാലും കിട്ടാൻ ചാൻസ് ഇല്ല, ഞാൻ പറയുകയാണ്, അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. എന്നാൽ പോലും കേട്ടോ. ഓഫ്ലൈൻ OMR പരീക്ഷയാണ് നടത്തുന്നത് ജില്ലാ വൈസ്. യെസ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇന്നാണ് കലണ്ടർ കിട്ടിയിരിക്കുന്നത് കേട്ടോ. 605/2024 കലണ്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പരീക്ഷ നടക്കാൻ പോകുന്നത് 2025 ഓഗസ്റ്റ് ഒക്ടോബറിലാണ് പരീക്ഷ. ഏറ്റവും ആദ്യം HSST ആണ്. ജൂലൈ ഓഗസ്റ്റിലാണ് HSST വരുന്നത്. അതിനുശേഷമാണ് HSST ഫിസിക്സ്. അതിനുശേഷമാണ് ഓഗസ്റ്റ് ഒക്ടോബർ മാസമാണ്. ഓണത്തിനിടക്കാണോ പുട്ട് കച്ചവടം? ആരോടെ കമന്റ് ഇട്ടിട്ടുണ്ട് FSOയുടെ കട്ട് ഓഫ് എത്രയായിരിക്കും? ഇപ്പൊ പറയല്ലേ, ഇത് കഴിയട്ടെ. യെസ്. അപ്പോ 605/2024 നമ്മുടെ HSA ഫിസിക്കൽ സയൻസിന്റെ പരീക്ഷ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ ഈ മാസങ്ങളിൽ എപ്പോഴെങ്കിലും ആയിരിക്കും പരീക്ഷ വരുന്നത്. ഓഗസ്റ്റ് നടക്കാം, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ എപ്പോ വേണേലും വരാം. അങ്ങോട്ട് തള്ളിയോ ഓഗസ്റ്റിൽ വരാം, അല്ലെങ്കിൽ ഒക്ടോബറിൽ വരാം, എങ്ങനെ വേണേലും വരാം. അപ്പൊ HSST ഫിസിക്സ് കഴിഞ്ഞിട്ടാണ് HSA ഫിസിക്കൽ സയൻസ് വരുന്നത് കേട്ടോ. എന്ത് പഠിക്കണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്, സിലബസിനെ കുറിച്ചിട്ട്. അപ്പൊ നിലവിൽ നമുക്കുള്ളൊരു സിലബസ് ഉണ്ട്, അതായത് കഴിഞ്ഞ HSSTയുടെ സിലബസ്. ആ സിലബസിൽ മോഡിഫിക്കേഷൻസ് വരാം, അത് PSC കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് തരുള്ളൂ. പക്ഷെ എന്നാൽ പോലും നമുക്കറിയാലോ, ഫിസിക്സിന്റെ കുറെ കോമൺ ടോപ്പിക്സ്, കെമിസ്ട്രിയുടെ കുറെ കോമൺ ടോപ്പിക്സ്, ഇതെല്ലാം കോമൺ ആണ്. അപ്പോ സിലബസ് മാറിയാലും ഇത് ഷഫിൾ ചെയ്ത് ആയിരിക്കും വരണ്ട, വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോ എന്തൊക്കെ സിലബസ് മാറി വന്നെന്ന് പറഞ്ഞാലും വിത്തിൻ 1 മന്ത് നമ്മൾ അത് മുഴുവൻ, I+ലാണെങ്കിൽ അത് മുഴുവൻ കംപ്ലീറ്റ് നമ്മൾ തീർക്കും. കാരണം അത്രയും ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യും. കാരണം സിലബസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെസ്റ്റ് ഇല്ലെന്ന് നമ്മൾ പറയുന്നത്. അതിനു മുമ്പേ നമ്മൾ നിലവിലുള്ള സിലബസ് മുഴുവൻ നമ്മൾ പഠിപ്പിച്ചിട്ടാണ് HSA ഫിസിക്കൽ സയൻസ് എന്ന കോഴ്സ് ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയാറുണ്ട്, ഇപ്പൊ ഞങ്ങളുടെ ഒരു HSA ഫിസിക്കൽ സയൻസ് കോഴ്സ് എടുത്താൽ നിങ്ങൾക്ക് 2 ഗുണം. ഒന്നാമത്തെ ഗുണം എന്താണെന്ന് അറിയോ? ഓൾറെഡി ഇതിന്റെ അകത്ത് കെമിസ്ട്രിയുടെ ഫുൾ പോർഷനും ക്ലാസ് എടുത്തിട്ടുണ്ട്, ഫിസിക്സിന്റെ ഫുൾ പോർഷനും ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലും ക്ലാസ് എടുത്തിട്ടുണ്ട്, അതിന്റെ താഴെ മലയാളം ഡെഫിനിഷനും ഉണ്ട്. അപ്പൊ ചില കുട്ടികൾക്ക് അത് മുഴുവൻ കംപ്ലീറ്റഡ് ആണ്. കംപ്ലീറ്റ് മലയാളം ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കംപ്ലീറ്റ്. മലയാളം മേളിൽ വരും, താഴെ ഇംഗ്ലീഷ്. അതിന്റെ ഇപ്പൊ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ മലയാളം മേളിലുണ്ടാവും, താഴെ ഇംഗ്ലീഷ് ഉണ്ടാവും. ആ രീതിയിൽ മുഴുവൻ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. കെമിസ്ട്രി, ഫിസിക്സും എല്ലാ ടോപ്പിക്കും കംപ്ലീറ്റ്, ജനറൽ ടോപ്പിക്സ് ഉൾപ്പെടെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ചില കുട്ടികൾക്ക് ഇംഗ്ലീഷ് കാണുമ്പോൾ സങ്കടം വരും, അല്ലെങ്കിൽ അയ്യോ സാറേ ഇംഗ്ലീഷ് എന്നൊരു സംശയം വരും. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ഇംഗ്ലീഷ് വാക്ക് പോലും ഇല്ല, നമുക്ക് ഒന്നുകൂടെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ വീണ്ടും ആ വീഡിയോസ് ഓൾറെഡി അതിൻ്റെ ഉണ്ട്, കോഴ്സിന്റെ അകത്തുണ്ട്. അത് കൂടാതെ അഡീഷണൽ ആയിട്ട് വീണ്ടും ഓരോ ടോപ്പിക്കുകളും വീണ്ടും നമ്മൾ പഠിപ്പിച്ചു തുടങ്ങി. കംപ്ലീറ്റ് മലയാളം, മറ്റേ മലയാളം ഉണ്ട് എങ്കിൽ പോലും ഒരു ഇംഗ്ലീഷ് വാക്ക് പോലും ഉൾപ്പെടുത്താതെ കംപ്ലീറ്റ് മലയാളം നോട്ടുകൾ, മലയാളം ചോദ്യങ്ങളും എല്ലാം ഞാനിപ്പോ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് ചെയ്തു തുടങ്ങിയപ്പോ. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ന്യൂക്ലിയർ ഫിസിക്സ്, പാർട്ടിക്കൽ ഫിസിക്സ് ഒക്കെ എടുത്തിട്ടുണ്ട് ഓൾറെഡി. നല്ല ലെസൺ ഉണ്ടായിരുന്നു അത്.
കാരണം നമ്മൾ കുറെ നാളെ HSST ഒക്കെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് നമ്മൾ മലയാളത്തിൽ വന്നിട്ട് ആ ലെവൽ പറയുമ്പോൾ നല്ല രസമാണ്. കുറെ പുതിയ വേർഡ്സ്, കുറെ ചെറിയ ചോദ്യങ്ങൾ, നല്ല രസമുണ്ട്. അപ്പൊ അങ്ങനെ വീണ്ടും നമ്മൾ ചെയ്തു തുടങ്ങി. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് നിങ്ങളിപ്പോ നമുക്കൊരു ന്യൂക്ലിയർ ഫിസിക്സ് എടുത്തു കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഫിസിക്സ് ഒരു ടോപ്പിക്ക് നമുക്ക് പല ആംഗിളുകളിൽ പഠിപ്പിക്കാൻ പറ്റും, പല രീതിയിൽ. ഒരു ടോപ്പിക്ക് നമുക്ക് 1/2 മണിക്കൂർ പഠിപ്പിക്കാം, അത് തന്നെ 2 മണിക്കൂർ പഠിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ വേറൊരു ആംഗിൾ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഒരേ കണ്ടന്റ് തന്നെ 2 രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് ഞാൻ ഗ്യാരണ്ടീഡ് ആണ് കേട്ടോ, 100% ഗ്യാരണ്ടീഡ് ആണ്. ഇപ്പോൾ ഓൾറെഡി കോഴ്സ് എടുത്ത കുട്ടികളുണ്ട്, അവർക്ക് അറിയാം നമ്മൾ അങ്ങനെ അത് ചെയ്തു പോകുന്നതെന്ന്. പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഓൾറെഡി ചെയ്ത ക്ലാസ്സുകളും അതിനകത്ത് ഉണ്ടാവും കേട്ടോ. അപ്പൊ 100% കണ്ടത്. നിങ്ങൾക്ക് ഇപ്പോൾ 4ാമത്തെ യൂണിറ്റ് പഠിക്കണമെങ്കിൽ 4ാമത്തെ യൂണിറ്റ് പോയി പഠിച്ചോ, അതും ഉണ്ടാവും അതിൻ്റെ അകത്ത്. 1ാമത്തെ യൂണിറ്റ് പഠിക്കണമെങ്കിൽ അതും പോയി കാണാം, അത് പഠിക്കാം. ഇനി 1ാമത്തെ യൂണിറ്റിന്റെ പൂർണ്ണമായും മലയാളത്തിലുള്ള ക്ലാസ് ആണെങ്കിൽ അത് പഠിക്കാം. ഇനി അതിന്റെ ഇംഗ്ലീഷ് വേർഡ് മനസ്സിലാക്കണമെങ്കിൽ പോയി ഇംഗ്ലീഷ് ക്ലാസ് കാണാം. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞാൻ എന്തൊക്കെയാ പറയുന്നത്. ശരി, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ശരി. യെസ്, അപ്പൊ നമുക്ക് എന്ത് പഠിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള സിലബസ് നമുക്ക് 100 മാർക്കിനാണ് പരീക്ഷ വരുന്നത്. 100 മാർക്ക് പരീക്ഷ. ഈ 100 മാർക്കിന്റെ അകത്ത് എത്ര മാർക്കാണ്? 20 മാർക്കാണ് ജനറൽ ടോപ്പിക്സ്, 80 മാർക്ക് സബ്ജക്ട് ടോപ്പിക് ആണ് 80 മാർക്ക് വരുന്നത്. 40 മാർക്ക് ഫിസിക്സും 40 മാർക്ക് കെമിസ്ട്രിയും ഡിഗ്രി നിലവാരത്തിലുള്ളതാണ് സാധാരണ വന്നുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ കോമ്പറ്റീഷൻ കൂടിയാൽ ഒരു പൊടിക്ക്, PG ലെവൽ എന്തായാലും വരില്ല, ഞാൻ പറയുന്നത് ഒരു പൊടിക്ക് ഇത്ര കൂടെ കൂട്ടിയൊക്കെ ലെവലിൽ ചോദിക്കാം കേട്ടോ. പക്ഷെ പേടിക്കൊന്നും വേണ്ട, എന്ത് വന്നാലും നമ്മൾ ഏറ്റ്. അപ്പോൾ ജനറൽ ടോപ്പിക്സില് നവോത്ഥാന നായകന്മാരും ഫ്രീഡം മൂവ്മെന്റുകളൊക്കെ ഉണ്ട്. ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും ഉണ്ട്. അതിന്റെ ക്ലാസ് നമ്മൾ വരുന്നുണ്ട്. മെത്തഡോളജി ഇൻ ടീച്ചിങ് ദി സബ്ജക്ട് മൊഡ്യൂൾ 3 ഉണ്ട്. നമ്മൾ ഈ I+ന്റെ ഒരു ഏറ്റവും വലിയ ഗുണം, HSA ആണെങ്കിലും HSST ആണെങ്കിലും ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെത്തഡോളജിയും റിസർച്ച് മെത്തഡോളജിയും അതുപോലെ ടീച്ചിങ് മെത്തഡോളജിയൊക്കെ നല്ല സൂപ്പർ ആയിട്ട് ക്ലാസ്സിൽ തരും. അത് എന്തുകൊണ്ടാണ് തരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പോലെയല്ല. I+ല് നെറ്റിന്റെ ക്ലാസ്സുകൾ, നെറ്റ് അതായത് നെറ്റ് എഡ്യൂക്കേഷനും ഉണ്ട്, എഡ്യൂക്കേഷനിലെ നെറ്റിന്റെ ക്ലാസ്സുകളുണ്ട്. പിന്നെ എല്ലാ കൊമേഴ്സ്, ഇംഗ്ലീഷ് എല്ലാത്തിനും ഇതിനെല്ലാം ജനറൽ പേപ്പർ ഉണ്ട് പിള്ളേരെ. ഈ സയൻസ് അല്ലാത്ത സബ്ജക്റ്റുകൾക്ക് ജനറൽ പേപ്പർ ഉണ്ട്, നെറ്റ് 2 പേപ്പറാ. ആ പേപ്പറിന്റെ ക്ലാസ്സുകൾ വർഷങ്ങളായിട്ട് I+ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലുള്ള സിലബസ് ആണ് ഈ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദി സബ്ജക്റ്റും അതോടൊപ്പം തന്നെ ഈ പറയുന്ന റിസർച്ച് മെത്തഡോളജി ഒക്കെ. അതെല്ലാം HSSTയിലും ഉണ്ട്. അപ്പോൾ ഓൾറെഡി അത്രയും നല്ല സക്സസ് ആയിട്ട് റൺ ചെയ്ത് പോകുന്ന ഒരു സ്ഥാപനമാകുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് റിഫൈൻഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ വരും എന്നുള്ളതാണ്. എന്താ പറയാൻ കാര്യം വെച്ചാൽ ഓരോ മാർക്കും ഇമ്പോർട്ടന്റ് ആ കുട്ടികളെ. 1/2 മാർക്കിനൊക്കെ 20 റാങ്കിന് താഴേക്ക് പോകുന്ന പിള്ളേരുണ്ട്, അല്ലെങ്കിൽ 0.1 മാർക്കിനൊക്കെ 5 റാങ്കിന് താഴെ പോകുന്ന ആളുകളുണ്ട്. അപ്പൊ നമുക്ക് ഏതൊരു റീജിയൻ എടുത്തു കഴിഞ്ഞാലും അവിടെയുള്ള മാർക്കുകൾ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് എന്നുള്ളതിന് കേട്ടോ. അപ്പോൾ ഇത് 20 മാർക്സിനാണ് ഈ ഭാഗങ്ങളെല്ലാം വരുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് പ്രത്യേകം പറയുന്നില്ല, ഇതെല്ലാം ഉള്ളതാണ് അതിൻ്റെ അകത്തുള്ളത്. എയിംസും ഒബ്ജക്റ്റീവ്സും പെഡഗോഗിക് അനാലിസിസ്, ഹിസ്റ്ററി. നമ്മൾ BEd പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഓൾറെഡി. നമ്മൾ സെറ്റ് എഴുതുന്ന സമയത്ത് ഇതുണ്ടായിരുന്നു, നമ്മൾ കേട്ടിട്ട് എഴുതുന്ന സമയത്തും ഒക്കെ നമ്മൾ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അസസ്മെന്റും ക്വാളിറ്റേറ്റീവ് ഓഫ് എ ഗുഡ് ടെസ്റ്റ് ഞാൻ BEd പഠിച്ച സമയത്ത് കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങള്. ദെൻ നമ്മള് എന്റെ ഏരിയയിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. പാർട്ട് B നമ്മുടെ ഫിസിക്സ്. അപ്പൊ ജനറൽ ടോപ്പിക്സ് ഇതൊക്കെയാണ് ഇതിന്റെ അകത്തുള്ളത്, ഇത്രയും കാര്യങ്ങൾ കേട്ടോ. പാർട്ട് Aയില് 3 സെഷൻ ഒന്ന് ഓർത്താൽ മതി. റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് ഉണ്ടാവും, ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും, മെത്തഡോളജി ഓഫ് ടീച്ചിങ് ആൻഡ് സബ്ജക്ട് ഉണ്ടാവും. 20 മാർക്സിനാണ് ഇതെല്ലാം കൂടി വരുന്നത്. ദെൻ പാർട്ട് B വന്നാൽ ഫിസിക്സ് ആണ്. എന്തായാലും 40 മാർക്ക് ഫിസിക്സ് തന്നെയായിരിക്കും, മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫിസിക്സ് വന്നിട്ട് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബേസിക് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു നല്ല നിലവാരത്തിലേക്കുള്ള സിലബസ് ആണ് ഇതിനകത്ത് കാണുന്നത്. പാർട്ടിക്കൽ ഡൈനാമിക്സും ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ പഠിക്കാനുണ്ട്. അതായത് ഫസ്റ്റ് നമ്മൾ +1 ഭാഗങ്ങളിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് മാത്രം പഠിച്ചാൽ പോരാ, ആംഗുലർ മൊമെന്റം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ പോലെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഡാമ്പിംഗ്, ഫോഴ്സ്ഡ് ഓസിലേഷൻ, ഡാമ്പിങ്ങിന്റെ ക്ലാസ് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പിള്ളേരെ കാണണേ. പിന്നെ വേവ് മോഷൻ ഉണ്ട്, സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ്, ഡോപ്ലർ എഫക്റ്റിന്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് കണ്ടു നോക്കട്ടോ, നല്ല രസമാണ് ആ വീഡിയോ. ദെൻ ഫ്രെയിം ഓഫ് റെഫറൻസും സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, നമ്മൾ ടൈം ഡയലേഷൻ, ലെങ്ത് കോൺട്രാക്ഷൻ, മാസ് എക്സ്പാൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒക്കെ PG ലെവലുള്ള കണ്ടന്റുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ ലെവൽ നമ്മൾ പഠിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മൾ HSST പോലെയുള്ള കോഴ്സുകൾ ചെയ്യുന്നതുകൊണ്ട് ആ നിലവാരത്തിൽ നമ്മൾ ആ കാര്യങ്ങൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒക്കെ നമ്മൾ എടുക്കും. മനസ്സിലായി? അല്ലാതെ വെറുതെ ഒരാൾ പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന പോലെ നമ്മൾ അത്രയും തറമായിട്ട് റിസർച്ച് ചെയ്ത് റിഫൈൻഡ് ചെയ്ത കണ്ടന്റാണ് തരുന്നത്. പിന്നെ ഇലാസ്റ്റിസിറ്റി ഒക്കെ പഠിക്കാനുണ്ട്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിയും സർഫസ് ടെൻഷൻ, പിന്നെ കുറച്ച് ഫ്ലൂയിഡ് മെക്കാനിക്സും പഠിക്കാനുണ്ട്. മൊഡ്യൂൾ 2ലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ
ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കാനുണ്ട്, മാഗ്നറ്റോസ്റ്റാറ്റിക്സ് പഠിക്കാനുണ്ട്, അതോടൊപ്പം തന്നെ സെമി കണ്ടക്ടർ ഫിസിക്സും പഠിക്കാനുണ്ട്. ഡയോഡ്, ട്രാൻസിസ്റ്റേഴ്സ്, ആംപ്ലിഫയേഴ്സ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓസിലേറ്റേഴ്സ്, കോൾപിറ്റ്സ് ഓസിലേറ്റർ, ക്ലാപ്പ് ഓസിലേറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എല്ലാ ലോജിക് ഗേറ്റുകളും അതിന്റെ കോമ്പിനേഷൻസും പ്രോബ്ലംസും, ഒരുപാട് പ്രോബ്ലംസും അവരുടെ ചെയ്യേണ്ടതുണ്ടോ, 0101 കാര്യങ്ങളൊക്കെ. ദെൻ മൊഡ്യൂൾ 3 എടുത്തു കഴിഞ്ഞാൽ കെമിസ്ട്രി കുട്ടികൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. ഇതിന്റെ കാര്യമെല്ലാം ഞാൻ നിങ്ങളെ ഒരു ഒരു വളരെ സിമ്പിൾ ആയിട്ട്, കാരണം എനിക്ക് മനസ്സിലാകും. കാരണം കെമിസ്ട്രിക്കാർക്ക് പൊതുവെ ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഒരു കീറാമുട്ടിയായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ ഏത് പരീക്ഷ വരുമ്പോഴും അയ്യോ സോറി ഫിസിക്സ് എന്ന് പറയും. ഞങ്ങളുടെ ഡോക്യുമെന്റ്സ് എടുത്ത കുട്ടികൾക്ക് അറിയാം, FSO ഡോക്യുമെന്റ്സ്, കെമിസ്ട്രി പഠിച്ച ആളുകൾക്ക് അറിയാം ഫിസിക്സ് നമ്മൾ എത്രത്തോളം സിമ്പിൾ ആയിട്ടാണ് അവർക്ക് വേണ്ടി ചെയ്തതെന്ന്. അപ്പൊ നമ്മൾ ആ നിലവാരം നിങ്ങളുടെ കൂടെ നിന്ന്, അതായത് നമ്മൾ ഒരാളെ പഠിപ്പിക്കുന്ന, നിങ്ങൾ B.Ed പഠിച്ചില്ല, നമ്മൾ ഒരാളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സ് ഇറങ്ങി അയാളുടെ ശരീരത്തിൽ കയറിയിരിക്കണം. എന്നിട്ട് അയാൾ എങ്ങനെ ചിന്തിക്കുന്നത് നമ്മൾ ആലോചിക്കണം. അപ്പൊ അയാളുടെ ചിന്ത നമുക്ക് കിട്ടും. ആ ചിന്തയിൽ നിന്നുകൊണ്ട് വേണം എപ്പോഴും ഏതൊരു അധ്യാപകനും പഠിപ്പിക്കേണ്ടത്. ഞാൻ നിങ്ങളെ ജോലി കിട്ടിയാലും അത് തന്നെ ചെയ്യണം. മനസ്സിലായോ? അല്ലാതെ ഇപ്പോ ചില ടീച്ചർമാർ നിനക്ക് എന്താടാ മനസ്സിലാവും, അതിന്റെ തലയിൽ കയറുന്നില്ലേടാ എന്നൊക്കെ ചോദിക്കുന്ന കുറെ അധ്യാപകരുണ്ട്. എന്തിനാ? അവന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവന്റെ തലയിൽ കയറാത്തത് അവന്റെ കുറ്റം ആയിരിക്കില്ല. മനസ്സിലായോ? നമ്മുടെ ആസ്പെക്ട് ആണ് മാറേണ്ടത്. ഏത് രീതിയിലാണ് അവനെ ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവൻ എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്ന് നമ്മളെ ചിന്തിക്കേണ്ടത്, അവനല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ ചിന്തിച്ച് അവനോടൊപ്പം നിൽക്കണം. അങ്ങനെയുള്ളതാണ് അധ്യാപകർ എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുകയുള്ളൂ, നീ പഠിക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ശരിയായ അധ്യാപനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളുടെ കൂടെ നിന്ന് വേണം പഠിപ്പിക്കാൻ. ഞാനിപ്പോ മറ്റു കെമിസ്ട്രി എടുക്കുന്ന ടീച്ചറാണെങ്കിലും നമ്മുടെ എല്ലാ ഫാക്കൽറ്റികളിലും അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കൂടെ നിൽക്കണം. യെസ്, കം ടു ദ പോയിന്റ്. മൊഡ്യൂൾ 2 ഈ പറയുന്ന ഇലക്ട്രോണിക്സ് പഠിക്കാനുണ്ട്, മാഗ്നറ്റിക്സ് പഠിക്കാനുണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കാനുണ്ട്. 3 ഭാഗങ്ങൾ കംപ്ലീറ്റ് ആണ് നമ്മൾ കവർ ചെയ്യണം. ദെൻ മൊഡ്യൂൾ 3 വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് രസമാണ്. റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, നമ്മൾ ലൈറ്റിന്റെ കുറെ കളികളാണ് അതിൻ്റെ അകത്ത് കളിക്കുന്നത്. പിന്നെ കുറച്ച് സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്. സ്പെക്ട്രോസ്കോപ്പി കെമിസ്ട്രിക്കാർക്ക് പാടുണ്ടാവും തോന്നുന്നില്ല, പക്ഷേ ഫിസിക്സുകാരുടെ ആസ്പെക്റ്റിൽ നിന്നായിരിക്കും ഞാൻ സ്പെക്ട്രോസ്കോപ്പി പഠിപ്പിക്കുന്നത്. കെമിസ്ട്രിയുടെ ടീച്ചർ നിങ്ങൾ കെമിസ്ട്രിയുടെ സ്പെക്ട്രോസ്കോപ്പി വളരെ ഭംഗിയായിട്ട് പഠിപ്പിച്ചു തരും. രണ്ടും ഒന്നാണ്. പക്ഷേ ഫിസിക്സുകാരാണെങ്കിൽ അതിന്റെ മൂവ്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്നത്, കെമിസ്ട്രി ആണെങ്കിൽ അതിന്റെ കെമിക്കൽ ആയിട്ടുള്ള സ്ട്രെച്ചിങ്, ബെൻഡിങ്, അങ്ങനെ വേറെ കുറച്ച് ആസ്പെക്ട്സ് ആണ് അവർ സംസാരിക്കുന്നത്. പൊതുവെ രണ്ടും ഒന്നാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്കറിയാം എൻട്രോപ്പി ഫിസിക്സുകാര് പറയും ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് മാക്സിമം ഡിസോർഡർ ഓഫ് എ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും. പക്ഷെ കെമിസ്ട്രിക്കാരെ വേറെ ആസ്പെക്റ്റിലാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയും നിങ്ങളുടെ എൻട്രോപ്പി അല്ല ഞങ്ങളുടെ എൻട്രോപ്പി വേറെയാന്ന് ഞാൻ പറയും. അപ്പോ അങ്ങനെയുള്ള ലൈറ്റിന്റെ കുറെ പ്രോപ്പർട്ടീസ് നമ്മളെ മൊഡ്യൂൾ 3 പഠിക്കുന്നുണ്ട്. ഡിഫ്രാക്ഷൻ, ഇന്റർഫറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ ഓൾസോ ഹീറ്റ്. ആ ഹീറ്റും കെമിസ്ട്രിക്കാർക്ക് കുറച്ച് ടച്ചബിൾ ആയിട്ടുള്ള ഏരിയ ആണ്. തെർമോഡൈനാമിക്സും കാർനോട്ട് എഞ്ചിനും അതിന്റെ എൻട്രോപ്പി ഇവിടെ വരുന്നുണ്ട്. പിന്നെ കുറച്ച് PG ലെവൽ കണ്ടന്റ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, എൻസംബിളുകൾ അല്ലെ, മൈക്രോ കാനോണിക്കൽ എൻസംബിൾസ്. നമുക്ക് കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. പിള്ളേരെ നമുക്ക് ഇത് സെഷൻ കഴിയുമ്പോൾ നമുക്ക് സംസാരിക്കാം. നിങ്ങളുടെ ചാറ്റുകൾക്കെല്ലാം ഞാൻ മറുപടി തരാം, കുഴപ്പമില്ല. നിങ്ങൾ ഓടിപ്പോവില്ല, ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, സെറ്റ്. അപ്പോ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സും പഠിക്കാനുണ്ട്. PK പാത്രിക എന്ന് പറഞ്ഞ സാറിന്റെ പുസ്തകമാണ് നമ്മൾ റെഫർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട്. ഓക്കെ, സ്റ്റാൻഡേർഡ് പുസ്തകങ്ങൾ നോക്കണം, അല്ലാതെ വെറുതെ അത് ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. യെസ്, മൊഡ്യൂൾ 4 വന്നു കഴിഞ്ഞാൽ ഇതും ബോർ ആറ്റം മോഡൽ പഠിക്കാനുണ്ട്, ഹൈഡ്രജൻ സ്പെക്ട്ര പഠിക്കാനുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ന്യൂക്ലിയർ ഫിസിക്സിന്റെ ക്ലാസ്സിൽ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ന്യൂക്ലിയർ സ്ട്രക്ചർ, അതിന്റെ പ്രോപ്പർട്ടീസ്, R=R0 റേഡിയോ ആക്ടിവിറ്റി, ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റി, ഫിഷൻ, ഫ്യൂഷൻ, എലമെന്ററി പാർട്ടിക്കിൾസ്, ഫെർമിയോണുകൾ, ബോസോൺ, പയോൺ, കയോൺ, ഈറ്റ, മെസോൺ അല്ലെ, ഒമേഗ പാർട്ടിക്കിൾ, കൈ പാർട്ടിക്കിൾ, ന്യൂട്രിനോ, ആന്റി ന്യൂട്രിനോ അല്ലെ, അതെല്ലാം പഠിക്കണം. പിന്നെ ക്രിസ്റ്റലുകളെ കുറിച്ച്, ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ്, അതിന്റെ മില്ലർ ഇൻഡിസസുകൾ, ബ്രവൈസ് ലാറ്റിസസുകൾ, ബ്രാഗ്സ് ലോ, 2D സൈൻ തീറ്റ n ലാംഡ, പാക്കിംഗ് ഫ്രാക്ഷൻ അല്ലെ, FCCയുടെ എത്രയാണ്, PCCയുടെ എത്രയാണ്, ഡയമണ്ടിന്റെ എത്രയാണ്, എക്സ്റ്റേണൽ ഓഫ് സ്പൈക്കിന് എത്രയാണ്, പിന്നെ സൂപ്പർ കണ്ടക്ടിവിറ്റി T=T0 എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. പിന്നെ വേവ് നേച്ചർ ഓഫ് മാറ്റർ, ക്വാണ്ടം മെക്കാനിക്സ് ആണ്, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, പോസ്റ്റ്ലേറ്റ്സ് ഓഫ് വേവ് മെക്കാനിക്സും, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, ടൈം ഡിപ്പെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷനും ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിഞ്ചർ. അപ്പൊ അതൊക്കെ ശരിക്കും ഒരു ഡിഗ്രി PG ലെവലിലുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര ഡീപ്പ് എന്നല്ല, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ. യെസ്, മൊഡ്യൂൾ 4 ശരിക്കും കെമിസ്ട്രി ആണ്. ഇനി അങ്ങോട്ട് വരുന്ന കെമിസ്ട്രി ആണ്. 4 മൊഡ്യൂൾ ഫിസിക്സും 4 മൊഡ്യൂൾ കെമിസ്ട്രി ആണ് കേട്ടോ. അപ്പൊ ആദ്യം 4 മൊഡ്യൂൾ കഴിഞ്ഞു. ഈ 5ാമത്തെ മൊഡ്യൂളും കെമിസ്ട്രി തന്നെയാണ്. ഈ കെമിസ്ട്രിക്കകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കെമിസ്ട്രി ഈ മൊഡ്യൂൾ ഞാൻ നിങ്ങളോട് പറയും. കാരണം എന്താ വെച്ചാൽ ഇതൊരു കോമൺ മൊഡ്യൂളാണ്. അതായത് ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ബാരിയറിൽ വരുന്ന, കൃത്യം ആ ബൗണ്ടറിയിൽ വരുന്ന ഒരു ടോപ്പിക്കുകളാണ്. ഇതൊരു പക്ഷേ കെമിസ്ട്രി പഠിപ്പിക്കാൻ പറ്റും, എനിക്കും പഠിപ്പിക്കാൻ പറ്റും. കാരണം ഐഗൺ വാല്യൂ, അതിന്റെ പോസ്റ്റ്ലേറ്റ്സുകൾ, ക്വാണ്ടം മെക്കാനിക്സിലെ ഐഗൺ വാല്യൂ, അതിന്റെ പോസ്റ്റ്ലേറ്റ്സുകൾ, ടൈം
ഷോഡിഞ്ചർ വേവ് ഇക്വേഷൻ, അതുപോലെ application of a particle in one dimensional box. നമ്മൾ psi is equal to root 2 by a into sin pi x by a അല്ലെങ്കിൽ n is equal to n square by square h cross square 2 square എന്നൊക്കെ നമ്മൾ ഇക്വേഷൻ എഴുതുന്നവരെയാണ്. അതുപോലെ നോർമലൈസേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ, ഇന്റഗ്രൽ psi star psi dx is equal to 1 നോർമലൈസേഷൻ കണ്ടീഷൻ അല്ലെ. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഷോഡിഞ്ചർ ഇക്വേഷൻ ഇൻ ടു ഹൈഡ്രജൻ ആറ്റം, നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ അൺസർട്ടനിറ്റിയെ കണ്ടുപിടിക്കുന്നത് അത് വെച്ചിട്ടാണ് അല്ലെ. പിന്നെ കൺസർവേഷൻ ഓഫ് കാർട്ടീഷ്യൻ കോർഡിനേറ്റും പോളാർ കോർഡിനേറ്റ്സ്, റേഡിയൽ ആൻഡ് ആംഗുലർ ഫംഗ്ഷൻസ്, ഓർബിറ്റൽ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് അല്ലെ. എനർജി ലെവൽ ഇൻ മോളിക്യൂൾസ്, ബോൺ ഓപ്പൺ ഹ്യൂമൻ അപ്രോക്സിമേഷൻ, റൊട്ടേഷൻ വൈബ്രേഷൻ, രാമൻ ഇലക്ട്രോണിക്, NMR സ്പെക്ട്രോസ്കോപ്പി. സ്പെക്ട്രോസ്കോപ്പി കോമൺ ആണ്. NMR ആണെങ്കിലും രാമൻ ആണെങ്കിലും റൊട്ടേഷൻ ആണെങ്കിലും വൈബ്രേഷൻ ഒക്കെ ആണെങ്കിലും അത് ഫിസിക്സിലും കെമിസ്ട്രിയിലും കോമൺ ആണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് എങ്ങനെ പഠിച്ചാൽ രണ്ടും കൂടി ഒന്ന് മെർജ് ചെയ്ത് വേണം പഠിക്കാൻ. അല്ലെങ്കിൽ രണ്ട് ആസ്പെക്റ്റിൽ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന നമുക്ക് സംശയം അവിടെയാണോ ഇവിടെയാണോ ആ കൺഫ്യൂഷൻ ആവും. അങ്ങനെയല്ല, സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആ ആസ്പെക്റ്റിൽ വേണം ഇതിനെ കാണാൻ. നിങ്ങൾ മനസ്സിലായോ? രണ്ടും ഒന്ന് മെർജ് ചെയ്ത് വേണം ഈ കണ്ടന്റുകൾ നോക്കാൻ വേണ്ടിയിട്ട്. ദെൻ പിന്നെ അങ്ങോട്ട് ബാക്കി കെമിസ്ട്രിയുടെ കാര്യങ്ങളാണ്. ഞാൻ കെമിസ്ട്രിയുടെ മിഷനെ കൊണ്ട് സിലബസിന് അനാലിസിസ് ചെയ്യിച്ച് നമുക്ക് യൂട്യൂബിൽ നമ്മൾ വീഡിയോ ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഈ ടോപ്പിക്കുകൾ ക്രൊമാറ്റോഗ്രാഫി ഒക്കെ ഇന്നത്തെ പഠിക്കാനുണ്ട്. ഇതിപ്പോ ഫിസിക്സ് സബ് ഒഴിച്ച ആളുകൾക്ക്, ഫിസിക്സ് കെമിസ്ട്രി സബ് ഒഴിച്ച ആളുകൾക്ക് അറിയാൻ പറ്റുന്നതാണ് ഈ പറയുന്ന ക്രൊമാറ്റോഗ്രഫിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ PhD ചെയ്യുന്ന ഭാഗത്തൊക്കെ നമ്മൾ ക്രൊമാറ്റോഗ്രഫിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ദെൻ അറ്റം മോഡലുകൾ പഠിക്കാനുണ്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒക്കെ ഫിസിക്സിലുള്ള കുറെ കാര്യങ്ങളാണ്. ഡി ബ്രോഗ്ലി റിലേഷൻസ്, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ, ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അറ്റോമിക് ഓർബിറ്റൽസ് ആൻഡ് ക്വാണ്ടം നമ്പേഴ്സ്, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂള്, അഫ്ബ പ്രിൻസിപ്പിൾ, ഇതൊക്കെ ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ദെൻ ഓൾസോ ഇത് കെമിസ്ട്രിയിൽ അവരുടേതായ ആസ്പെക്ട് നമ്മൾ VSCPR തിയറി കെമിസ്ട്രിയിലെ നല്ല ടോപ്പിക്കുകളാണ്. ഹൈബ്രിഡൈസേഷൻ ഒക്കെ നല്ല രസമാണ് അതൊക്കെ പഠിക്കാൻ. കെമിസ്ട്രി ഇതൊന്നും ഞാനല്ല എടുക്കുന്നത് കേട്ടോ, കെമിസ്ട്രി ടീച്ചർ എടുക്കുന്നത് കേട്ടോ. നല്ല സൂപ്പറായിട്ട് ടീച്ചർ ക്ലാസ് എടുക്കേണ്ടത്. ഓക്കെ, ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ ഇതൊക്കെയാണ് കാര്യങ്ങളെന്ന് കേട്ടോ. ഇന്ന് കെമിസ്ട്രി ടീച്ചർ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഇത് കാര്യങ്ങൾ പറയുന്നത്. യെസ്, പിന്നെ ബോണ്ടിങ്ങും കുറച്ച് ഓർഗാനിക്കും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പഠിക്കാനുണ്ട്. ദെൻ ഇവിടെയും ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഭാഗം അവസാനമുണ്ട്. നിങ്ങൾ അവസാനം കണ്ടു, നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ, ന്യൂക്ലിയർ സ്റ്റെബിലിറ്റി, NP റേഷ്യോ, ന്യൂക്ലിയർ ഫോഴ്സസ്, ഹാഫ് ലൈഫ് പീരിയഡ്, T half 0.6931 ഗിഗനട്ടർ റൂള്, ഡിസിന്റഗ്രേഷൻ സീരീസുകൾ, നെപ്റ്റ്യൂണിയം സീരീസ്, യുറേനിയം സീരീസ്, പ്ലൂട്ടോണിയം സീരീസ്, അങ്ങനെയുള്ള സീരീസുകൾ, ഫോറിൻ സീരീസ്, 4n+1 സീരീസ്, 4n+2 സീരീസ് എന്നൊക്കെ സീരീസ് ഉണ്ട്. ന്യൂക്ലിയർ ഫിഷൻ, ഫ്യൂഷൻ ആൻഡ് ആപ്ലിക്കേഷൻ, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ, ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോണ്, ഐസോഡയാഫർ, ഐസോമെർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടോ. പിന്നെ മൊഡ്യൂൾ 7 കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. കൈനറ്റിക് തിയറിയുടെ ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് ഫിസിക്സിലും ഉണ്ട് കെമിസ്ട്രിയിലും ഉണ്ട്. ജൂൾസ് തോംസൺ എഫക്ട് ഫിസിക്സിലും ഉണ്ട് കെമിസ്ട്രിയിലും ഉണ്ട്. കണ്ടോ, ഇതൊക്കെ കോമൺ ആണ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഓക്കെ, ദെൻ ഇത് പ്യൂർലി കെമിസ്ട്രി ഭാഗമാണ് കംപ്ലീറ്റ് ആയിട്ട്. കൈറാലിറ്റി പോലെയുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ട കാര്യങ്ങളാണ്. ദെൻ അവസാനം ഹൈഡ്രോ കാർബൺസ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്, വിറ്റാമിൻസ് ഒക്കെ പഠിക്കാനുണ്ട്. അതുപോലെ പോളിമേഴ്സിനെ കുറിച്ചും അതിന്റെ പ്രിപ്പറേഷനെ കുറിച്ചും വളരെ ഭംഗിയായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. അതൊക്കെ കോമൺ കുറെ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് പൊതുവായിട്ട് എനിക്ക് പറയാനുള്ളത് പിള്ളേരെ. ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇതെന്താ I+ന്റെ ക്ലാസ്സുകളുണ്ട്. I+ന്റെ ക്ലാസ്സുകൾ നമ്മൾ റെക്കോർഡ് സെഷൻ ക്ലാസ്സുകളാണ്. കംപ്ലീറ്റ് സിലബസ് നമ്മൾ മലയാളത്തിൽ തരും. എന്നാൽ ആ ക്ലാസ്സുകൾ തന്നെ ഇംഗ്ലീഷ് വേറെ എടുത്തു വന്ന് തരും. കാരണം ചില മലയാളം കാണുമ്പോൾ ചില സംശയം, സാറേ എന്താന്ന്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് ക്ലാസ് പോയി നോക്കാം. അവിടെ പോയി നോക്കിയിട്ട് ഇതാണെന്ന് മനസ്സിലാക്കാം. പ്യൂർലി കംപ്ലീറ്റ് മലയാളം ക്ലാസ്സുകളാണ്, മലയാളം നോട്ടുകളാണ്, അതുപോലെ ക്വസ്റ്റ്യൻസ് മലയാളത്തിലാണ്, കംപ്ലീറ്റ് മലയാളം. ഓക്കെ, അതുപോലെ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ജസ്റ്റ് വാട്സാപ്പിൽ ഞങ്ങളുടെ നമ്പർ വരും, ആ നമ്പറിലേക്ക് ഇടുക. സാർ എനിക്ക് ഇന്നതാണ് ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 2 days ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് റിപ്ലൈ തരും. ചോദ്യങ്ങളാണ് ചെയ്ത് അങ്ങനെ തരും. നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ല വെറുതെ ചുമ്മാതെ കോഴ്സ് വന്നിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഓടിപ്പോകുന്ന ആളുകളൊന്നും അല്ല കേട്ടോ. ദെൻ ആയിരക്കണക്കിന് MCQs ഓൾറെഡി അതിനകത്ത് ഉണ്ട്. ഇനിയും നമ്മൾ ഒരുപാട് അങ്ങനെ ചെയ്യും. പിന്നെ നമ്മൾ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയാൻ കാര്യം വെച്ചാൽ മുമ്പ് നടന്ന HSST പരീക്ഷയ്ക്ക് ആണെങ്കിലും HSSTയുടെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ 2 HSST നടന്നിട്ടുണ്ട്. അതിൽ ഒന്ന് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുണ്ട്, 14 റാങ്ക് കിട്ടിയിട്ടുണ്ട്, ലീഗൽ മെട്രോളജി റാങ്ക് ഉണ്ട്, ഡയറി ഫാം ഇൻസ്പെക്ടർ റാങ്ക് ഉണ്ട്, എല്ലാത്തിനും റാങ്ക് ഉണ്ട്. അതായത് സബ്ജക്ട് ഓറിയന്റഡ് ഫിസിക്സ് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വേറെ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. ഞാൻ ഇത് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ അത് മാത്രമല്ല, കൃത്യമായിട്ടുള്ള ഗൈഡൻസും ഒരു മോട്ടിവേഷനും ഉണ്ടാവും. എപ്പോഴും ഒപ്പം I+ന്റെ ആളുകൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. കാരണം നമുക്ക് പല സാഹചര്യങ്ങളാണ് പിള്ളേരെ, വീട്ടിലൊക്കെ പല സാഹചര്യങ്ങൾ, ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും ഉണ്ടാവും. പല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും, പല രീതിയിലുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യണം ശരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഗൈഡൻസും മോട്ടിവേഷനും നമ്മൾ തരും. എന്ത് സങ്കടം ഉണ്ടെങ്കിലും നമ്മൾ പറയാം, നമ്മളത്
പിന്നെ വെറുതെ കോഴ്സ് എടുത്തിട്ട് അങ്ങ് ഓടിപ്പോകാനും സമ്മതിക്കുന്നില്ല. നിങ്ങൾ കോഴ്സ് എടുത്ത് ഞാൻ കൃത്യമായിട്ട് ഇവിടുന്ന് വിളിച്ച് നിങ്ങളോട് അന്വേഷിക്കും പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. നിങ്ങൾ കള്ളത്തരം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാകും. കാരണം ഞങ്ങൾക്ക് ഇവിടെ ബാക്ക്ഡ്രോപ്പ് ആക്സസ് ഉണ്ട് ആപ്പിൽ. നിങ്ങൾ ഈ ആപ്പിൽ കയറിയിട്ട് ഇത് കാണുന്ന എത്ര പെർസെന്റേജ് കണ്ടു ഞങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റും. അപ്പൊ ഞങ്ങൾക്ക് നോക്കാം, അനൂപ് വിളിക്കുമ്പോൾ പറയും സാറ് ഞാൻ 10 വീഡിയോ കണ്ടു എന്ന് പറയും. നമ്മൾ ഇവിടെ കയറി നോക്കാൻ നമുക്കറിയാം അവൻ ഒരു വീഡിയോ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. ചോദിക്കും, അങ്ങനെ ചോദിക്കും, കൃത്യമായിട്ട് ചോദിക്കും. അപ്പോൾ നമ്മള് പണ്ടൊക്കെ സ്കൂളിൽ പഠിച്ച എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ നിങ്ങളുടെ പുറകെ ഉണ്ടാവും. വെറുതെ വിടുമെന്ന് ഉദ്ദേശമൊന്നുമില്ല. കൃത്യമായി പഠിപ്പിച്ച് ആ ജോലിക്കകത്ത് നിങ്ങളെ കയറ്റി നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടുന്നവരെ കൂടെ ഉണ്ടാവും. ഇത് മാത്രമല്ല, നിങ്ങൾ ഒരുപക്ഷെ ഇത് ക്വാളിഫൈ ആയിട്ട് ലിസ്റ്റിൽ വന്നാൽ നിങ്ങളുടെ ഇന്റർവ്യൂ ട്രെയിനിങ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കോഴ്സ് എടുത്താൽ അത് ഉൾപ്പെടെ നമ്മൾ തരാം. നിങ്ങൾ ഇന്റർവ്യൂ ട്രെയിനിങ് ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യും. എക്സ്പേർട്ട് ഫാക്കൽറ്റികളെ കൊണ്ടുവന്ന് തന്നെ നിങ്ങൾക്ക് ഇന്റർവ്യൂ ട്രെയിനിങ്, നമ്മൾ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറിനെ കൊണ്ടുവന്നു. അവരാണ് നമുക്ക് ഇന്റർവ്യൂ ട്രെയിനിങ് സെഷൻ ചെയ്തു തന്നത്. വളരെ സൂപ്പർ ആയിരുന്നു, ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. അത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ ട്രെയിനിങ് നമുക്ക് ഒഫീഷ്യലി ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സാറാണ് നമുക്ക് വന്നിട്ട് നമുക്ക് ക്ലാസ് എടുത്ത് തന്നത് അതിന് വേണ്ടിയിട്ട്. അപ്പൊ അത്രയാണ് നമ്മുടെ HSST കഴിഞ്ഞതിന് നമ്മൾ ഇന്റർവ്യൂ ട്രെയിനിങ് അത് ഞാൻ കൊടുത്തത് ഫിസിക്സിന്റെ കംപ്ലീറ്റ് ആയിട്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്ക് തരുന്നത്. പിന്നെ ഞാൻ ഒരു ഗ്യാരണ്ടിയാണ്, എന്നും എപ്പോഴും കൂടെ ഉണ്ടാവും, എന്ത് കാര്യത്തിനുണ്ടാവും, പഠിക്കുന്ന കാര്യത്തിന് കേട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു. ഞാൻ പറഞ്ഞിരുന്നു ക്വസ്റ്റ്യന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വെയിറ്റ്, ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് എന്റെ ഫോൾഡർ ഒന്ന് എടുത്തോട്ടെ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതിപ്പോ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ചോദ്യങ്ങളാണ് HSST ഫിസിക്സ് സയൻസ്. ഇത് ഞാൻ പറഞ്ഞ ന്യൂക്ലിയറിന്റെ ക്ലാസ്സിൽ നമ്മൾ എടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ. നിങ്ങൾ ചോദ്യം നോക്കിയേ, ഐസോടോപ്പുകളെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒരു മൂലകത്തിന്റെ ഐസോടോപ്പുകൾക്ക് സമാനമായ പ്രോട്ടോൺ ഉണ്ടാവും, പക്ഷെ വ്യത്യസ്തമായ ന്യൂട്രോൺ ആയിരിക്കും. ഒരു മൂലകത്തിന്റെ ഐസോടോപ്പുകൾക്ക് സമാനമായ രാസഗുണങ്ങൾ ഉണ്ടാവും, എന്നാൽ ഭൗതിക ഗുണങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാം. വ്യത്യസ്ത മൂലകങ്ങളുടെ ഐസോടോപ്പുകൾ സമാനമായ ആറ്റം നമ്പർ ഉണ്ടാവാം. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരി? അപ്പൊ ഇവിടെ ഓപ്ഷൻസ് ഇങ്ങനെയാണോ? 1 ആണോ ശരി, 1 2 ആണോ ശരി, 2 3 ആണോ ശരി, 1 2 3 ആണോ ശരി? ഇങ്ങനെയാണ് ഈ ചോദ്യം. കണ്ടോ, ഇത് ശരിക്കും സിമ്പിൾ ചോദ്യമാണിത്. സിമ്പിൾ ചോദ്യം. നമ്മളൊന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, പക്ഷെ നമ്മളിങ്ങനെ കൺഫ്യൂഷൻ ആയിക്കളയും ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ ഈ രീതിയിലാണ് PSCയുടെ ചോദ്യങ്ങൾ വരുന്നത്. അടുത്ത ചോദ്യം കാണിച്ചു തരാം. ഞാൻ ഉത്തരവൊന്നും പറയുന്നില്ല, അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറയാം. ഐസോബാറുകളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഐസോബാറുകൾ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റമാണ്, അവയ്ക്ക് ഒരേ മാസ് നമ്പർ ഉണ്ടായിരിക്കും. ഐസോബാറുകൾക്ക് വ്യത്യസ്ത ആറ്റം നമ്പറുകൾ ഉണ്ടാവും, പക്ഷെ സമാനമായ രാസഗുണങ്ങൾ കാണും. ഐസോബാറുകൾക്ക് സമാനമായ ആണവ സ്ഥിരത ന്യൂക്ലിയർ സ്റ്റെബിലിറ്റി ഉണ്ടാവാം, പക്ഷേ വ്യത്യസ്ത ഭൗതിക ഗുണങ്ങൾ ഉണ്ടാവാം. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? വീണ്ടും സെയിം ഓപ്ഷൻ. 1 ആണോ ശരി, 1 2 ആണോ ശരി, 1 3 ആണോ ശരി, 1 2 3 ആണോ ശരി? അടുത്തതും അതേപോലെ ഉള്ള ചോദ്യമാണ്. കണ്ടോ, അങ്ങനെ ഒരു ചോദ്യം. ഇപ്പൊ അടുത്തുണ്ട്, ഏത് ജോഡികൾ ഐസോബാറുകൾ അല്ലെന്ന് നിർണ്ണയിക്കുക. ഏതാണ് അല്ലാത്തതെന്നാണ്. ചിലരിത് കാണുമ്പോൾ തന്നെ ആയതിന് ഓപ്ഷൻ ഇടും. കണ്ടോ, ഓപ്ഷൻ അതുപോലെയാണ്. A ആണോ B ആണോ, A ആണോ D ആണോ, Cയും Dയും Aയും Bയും അങ്ങനെയാണ്. ഇതുണ്ട്, ഇങ്ങനെ പട്ടികയൊക്കെ തന്നിട്ട് ചോദിക്കാം. പട്ടികയിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ മൂലകങ്ങളുടെ ജോഡികളാണ് ഐസോബാറുകൾ എന്ന് ചോദിക്കാം. കണ്ടോ, ഇങ്ങനെ ചോദിക്കാം. വീണ്ടും പിന്നെ ഇതുപോലെ ന്യൂമറിക്കൽസ് ആയിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കാം. നമുക്ക് ഹാഫ് ലൈഫ് പീരീഡുമായിട്ടുള്ള ചോദ്യമാണ്. 8ാമത്തെ, ഒരു ദ്രവ്യത്തിന്റെ അർദ്ധായുസ് 10 വർഷമാണെങ്കിൽ 30 വർഷത്തിന് ശേഷം എത്ര മാത്രം ദ്രവ്യം അവശേഷിക്കും? ആ ടൈപ്പ് ചോദ്യങ്ങളാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഇതുണ്ട്, വീണ്ടും സ്റ്റേറ്റ്മെന്റ് വൈസ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ദ്രവ്യത്തിന്റെ അർദ്ധജീവനകാലം വെച്ചാൽ ഹാഫ് ലൈഫ് പീരീഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ശരിയായത് ഏതെല്ലാം? അർദ്ധജീവനകാലം ഓരോ മൂലകത്തിനും സ്ഥിരമാണ്. താപനില വർദ്ധിക്കുന്നതോടെ അർദ്ധജീവനകാലം കുറയുന്നു. ആണവശോഷണ സ്ഥിരാങ്കം റേഡിയോ ആക്റ്റീവ് ഡീകേ കോൺസ്റ്റന്റ് ലാംഡ, അതാണ് പറയുന്നത്, ഉപയോഗിച്ച് അർദ്ധജീവനകാലം കണക്കാക്കാം. മുകളിലുള്ള പ്രസ്താവന ശരിയായവ. കണ്ടോ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സാധാരണ ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ ന്യൂമറിക്കൽസ് ഉണ്ടാവാം, ഇങ്ങനെയുള്ള ന്യൂമറിക്കൽസ് ചോദിക്കാം. പിന്നെ ഇപ്പൊ ഇത് ബീറ്റാ ശോഷണമായിട്ട് ബന്ധപ്പെട്ട റിലേഷനുകൾ ഇങ്ങനെയുള്ള തന്നിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനിയിപ്പോ അതുപോലെ ഒരുപാട് ടെസ്റ്റുകൾ ഇപ്പോ റിലേറ്റിവിറ്റിയുടെ വേണേ കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെ പിള്ളേർ ചെയ്യിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതായിരുന്നിട്ട് ഞങ്ങൾ മുഴുവൻ കാണിച്ചു തരാം. അതായത് ആപേക്ഷിക സിദ്ധാന്തമായിട്ട് ബന്ധപ്പെട്ട ആപേക്ഷിക സിദ്ധാന്തം വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ പ്യൂർലി കണക്കാണ്, ഫുള്ള് കണക്കാണ്. ഇത് മുഴുവൻ കണക്കാണ് ഈ ചോദ്യത്തിന്റെ അത് ഇട്ടിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ന്യൂമറിക്കൽസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇട്ടിരിക്കുന്നത്. കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, ഒരു ഇലക്ട്രോണിന്റെ പിണ്ഡം അതിന്റെ വിശ്രമ പിണ്ഡത്തിന്റെ ഇരട്ടിയായ ഇലക്ട്രോണിന്റെ വേഗത എത്ര? ഗലീലിയം പരിവർത്തനത്തിന് കീഴിൽ മാറ്റമില്ലാത്ത അളവ് എന്ത്? കണ്ടോ, ഇതൊക്കെ കണക്കാണ്, എല്ലാം കണക്കാണ്. കണ്ടോ, അപ്പൊ ഇങ്ങനെയുള്ള കണക്ക്
ടൈപ്പ് ചോദ്യങ്ങൾ ഒരുപാടായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഭയങ്കര ആവശ്യമുള്ള കാര്യമാണ്. പിന്നെ അങ്ങനെയാണ്. ഇത് ഡോപ്ലർ എഫക്റ്റിന്റെ ആണ്. ഇത് വിൻഡോ ഓപ്പൺ ആവുന്നത്. ഇത് ഡോപ്ലർ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെസ്റ്റ് ആണ്. കണ്ടോ, ഡോപ്ലർ പ്രഭാവത്തെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ഏതാണ് ശരി? അതും ഇതുപോലെ 1, 2, 3 ഓപ്ഷൻ ഇട്ടിട്ടുള്ളതാണ്. കണ്ടോ, അതെല്ലാം സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളാണ്. 1 മാത്രം, 2 മാത്രം, 1, 2 ശരി. കണ്ടോ, എല്ലാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളാണ് അതിൽ മുഴുവൻ ഞാൻ ചെയ്യിച്ചത്. കാരണം ആ ടൈപ്പാണ് ഇപ്പൊ ചോദിക്കുന്നത്. നമ്മൾ ആ രീതി വേണം. ഇപ്പൊ ജനറൽ PSC എടുത്താൽ പോലും അതിന്റെ അകത്ത് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ് മുഴുവൻ വരുന്നത്. കണ്ടോ, അപ്പൊ ആ രീതിയിലുള്ള ചോദ്യങ്ങളിലേക്ക് നമ്മൾ പതുക്കെത്താൻ വേണ്ടി ന്യൂമറിക്കൽസും അതുപോലെ ചെയ്യണം. കാരണം ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ അതിന്റെ ന്യൂമറിക്കൽസും അതിന്റെ അകത്ത് ഉണ്ടാവും. കണ്ടോ, അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. കേട്ടോ? ഓക്കേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് മക്കളെ കാര്യങ്ങൾ. അപ്പൊ എന്തായാലും I+ന്റെ കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ അതിന്റെ താഴെ കുറച്ച് കോൺടാക്ട് നമ്പറുകൾ കാണുന്നുണ്ട്, കണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ നിതിൻ സാർ ഉണ്ടോ അതിന്റെ അകത്ത്? നിതിൻ സാറേ, പറഞ്ഞോളൂ സാറേ. നിതിൻ സാറേ, കമന്റ് ബോക്സിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്ന് കൊടുത്തേക്കണം കേട്ടോ പിള്ളേർ. ഓക്കെ പിള്ളേരെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ പറയും, നമുക്ക് സംസാരിക്കാം.